നമസ്കാരം. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ബാലകലോത്സവത്തിന്റെ ഉദ്ഘാടനവും ജൂൺ 3-ന് നടക്കും. സമാജം ഡയമണ്ട് ഹാളിലാണ് പരിപാടി. ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പത്മശ്രീ രവിപിള്ള, പ്രകാശ് ദേവ്ജി എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ PV രാധാകൃഷ്ണപിള്ള, വർഗീസ് കാരകൽ, ബിനോജ് മാത്യു, മോഹൻ പാവറട്ടി, മനോജ് മാത്യു എന്നിവർ പങ്കെടുത്തു. മാരകമായി പരിക്കേറ്റ വടകര സ്വദേശി സനൽകുമാറിന്റെ കാര്യത്തിൽ ബഹ്റിനിലെ ഇന്ത്യൻ എംബസി അവഗണന കാട്ടിയെന്ന ആരോപണം. വിദഗ്ധ ചികിത്സയ്ക്കായി സനൽകുമാറിനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പോലും ഇന്ത്യൻ എംബസിയിൽ നിന്ന് തിക്തമായ അനുഭവമാണ് ഉണ്ടായതെന്ന് സുഹൃത്തുക്കൾ ആരോപിക്കുന്നു. ബഹ്റിനിൽ നിന്നും മാരകമായ പരിക്കുകളോടെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോയ സനൽകുമാറിന്റെ വിഷയത്തിൽ ബഹ്റിനിലെ ഇന്ത്യൻ എംബസി അവഗണന കാട്ടിയെന്ന് കുടുംബസുഹൃത്ത് മനോജ് ആരോപിച്ചു. ഒന്നും ചെയ്തില്ല, 100% ഒന്നും ചെയ്തില്ല. ഈ വിസ റെഡിയാക്കല്ലാതെ വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ സഹായിച്ച എയർ ഇന്ത്യ. എംബസി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എംബസിയെ സമീപിച്ചപ്പോൾ വളരെ തിക്തമായ അനുഭവങ്ങളാണ് തനിക്ക് ഉണ്ടായതെന്നും മനോജ് പറഞ്ഞു. ഒരു വിനയപരമായ ഒരു മറുപടി പോലും, സംസാരം പോലും ഉണ്ടായില്ല. എനിക്ക് വന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഒരു സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എംബസിന്റെ അടുത്ത് ഉണ്ടാകുന്നില്ല. മാന്യമായ പെരുമാറ്റില്ല. ആദ്യം ഒരു മാന്യത പഠിക്കണം. എന്തിനാണ് എംബസി? അത് മാത്രമേ എനിക്ക് അറിയേണ്ടത്. എന്തിനാണ് ബഹ്റിനിലെ എംബസി നമ്മുടെ ശമ്പളമായിട്ട് ജീവിക്കുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? ഒരു ഇന്ത്യക്കാരനെ നോക്കാൻ പറ്റാത്ത എംബസി എന്താവശ്യത്തിന്? ബഹ്റിനിൽ നിന്നും സേതുരാജ് കടയ്ക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റിനിലെ ജോയ് ആലുക്കാസ് ഷോറൂം നടത്തിയ നറുക്കെടുപ്പിലെ മെഗാ സമ്മാനമായ മെഴ്സിഡസ് ബെൻസ് കാർ സമ്മാനിച്ചു. മനാമ ഗോൾഡ് സിറ്റിയിൽ നടന്ന ചടങ്ങിൽ റീറ്റെയിൽ മാനേജർ ഹെൻറി ജോർജ് വിജയായ അനൂർ നായർക്ക് താക്കോൽ കൈമാറി. ജോസ് ആന്റണി, ദിലീപ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റിനിലെ ന്യൂ മില്ലേനിയം സ്കൂളിലെ KG1, 2 ഗ്രേഡുകളിലെ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങ് നടന്നു. മാനേജിംഗ് ഡയറക്ടർ ഗീതാ പിള്ള, വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിനിധി അഹ്ലം ഖാലിദ് മുറാദ്, GK നായർ, പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി.